കളി മാറിയപ്പോൾ കിളി പാറി ട്രംപ്. തെക്കോട്ടെടുക്കാൻ സമയമായി. ഗൾഫിനെ തൊടില്ലെന്ന് ഇറാൻ പത്തിമടക്കിയോ അതോ തന്ത്രപരമായ നീക്കമോ? USA പടിഞ്ഞാറനേഷ്യൻ യുദ്ധഭീതിക്ക് നടുവിൽ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയിരുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഇറാൻ താൽക്കാലികമായി നിർത്തിവെച്ചതായി പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രഖ്യാപിച്ചു. ഒമാന്റെ നയതന്ത്ര ഇടപെടലിന് പിന്നാലെ വന്ന ഈ തീരുമാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നയിക്കുന്ന തന്ത്രങ്ങൾക്ക് തിരിച്ചടിയെന്ന വിലയിരുത്തലും ഉയരുന്നു. ഇറാൻ ശരിക്കും പിൻവാങ്ങിയോ അതോ വലിയ ഒരു തന്ത്രപരമായ നീക്കത്തിനായുള്ള ഇടവേളയോ എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്ന ചോദ്യം. പടിഞ്ഞാറനേഷ്യൻ യുദ്ധകളത്തിൽ നിന്ന് ഒടുവിൽ ആശ്വാസകരമായ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ അത് കേവലം ഒരു യുദ്ധവിരാമമല്ല, മറിച്ച് അമേരിക്കൻ ഭരണകൂടത്തിനുള്ള കനത്ത തിരിച്ചടിയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ നടത്തിവന്ന മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ പ്രയോഗങ്ങളും ഇറാൻ ഔദ്യോഗികമായി നിർത്തിവച്ചിരിക്കുകയാണ്. യുദ്ധം 8-ാം ദിവസം 9-ാം ദിവസവും പിന്നിടുമ്പോൾ ഗൾഫ് മേഖലയാകെ ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലായിരുന്നു. എന്നാൽ ഒമാന്റെ നേതൃത്വത്തിൽ നടന്ന അതീവ രഹസ്യവും വേഗത്തിലുള്ളതുമായ നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ ഈ വലിയ തീരുമാനത്തിന് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സമാധാനത്തിന്റെ പാലമായി മാറിയ ഒമാൻ ഇറാനും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കും ഇടയിൽ നടത്തിയ ചർച്ചകൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ തന്നെ ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ തീരുമാനത്തിന് പിന്നിൽ ഇറാന് ലഭിച്ച ഉറപ്പുകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അക്ഷരാർത്ഥത്തിൽ ചൊടിപ്പിച്ചിരിക്കുകയാണ്. ഒരു ഗൾഫ് രാജ്യവും ഇറാനെതിരെ തങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ അനുവദിക്കില്ലെന്നും ഇറാന്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറാൻ കൂട്ടുനിൽക്കില്ലെന്നുമുള്ള കർശനമായ ഉറപ്പ് ഒമാൻ വഴി ഇറാൻ നേടിയെടുത്തിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ ഈ ധാരണയോട് അനുകൂലമായി പ്രതികരിച്ചതോടെ ട്രംപിന്റെ പാവക്കളി രാഷ്ട്രീയം അവിടെ തകരുകയാണ്. ലോകരാജ്യങ്ങളെ തമ്മിലടിപ്പിച്ച് ആയുധം വിറ്റ് ലോക നേതാവ് ചമയാമെന്ന ട്രംപിന്റെ കുറുക്കൻ ബുദ്ധിക്ക് ഗൾഫ് രാജ്യങ്ങൾ നൽകിയ മാസ് മറുപടിയാണിത്. അമേരിക്കയുടെ മിസൈലുകൾക്കും പടക്കപ്പലുകൾക്കും പടിഞ്ഞാറനേഷ്യ ഇനി അമ്മാനമാടാൻ കഴിയില്ലെന്ന വലിയ പ്രഖ്യാപനമാണ് ഇതിലൂടെ പുറത്തുവരുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും മിസൈലുകൾ ടെഹ്റാനിലും മറ്റ് ഇറാനിയൻ നഗരങ്ങളിലും ഇപ്പോഴും നാശം വിതയ്ക്കുന്നുണ്ടെങ്കിലും ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഇറാൻ താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ്. ഇത് ട്രംപിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. നിങ്ങളുടെ ചതി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ അയൽക്കാരുമായി ഒന്നിക്കുന്നു എന്ന സന്ദേശമാണ് ഇറാൻ ഇതിലൂടെ നൽകുന്നത്. ഖമേനിയുടെ രക്തസാക്ഷിത്വം വെറുതെയാവില്ലെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞു. ഒരു വീരപുത്രന്റെ ത്യാഗം ഇറാന്റെയും അയൽ രാജ്യങ്ങളുടെയും ഇടയിൽ പുതിയൊരു ഐക്യത്തിന് വഴിയൊരുക്കുകയാണ്. തങ്ങളെ ആക്രമിക്കില്ലെന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഉറപ്പിന്മേലാണ് ഇറാൻ വിശ്വസിച്ചിരിക്കുന്നത്. ഈ വിശ്വാസം ലംഘിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ പടിഞ്ഞാറനേഷ്യ വീണ്ടും അഗ്നിപർവ്വതമായി മാറുമെന്നും അന്ന് കത്തുന്നത് വൈറ്റ് ഹൌസിന്റെ താല്പര്യങ്ങളായിരിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഒമാൻ എന്ന രാജ്യം എക്കാലത്തും പടിഞ്ഞാറനേഷ്യയിലെ പ്രശ്ന പരിഹാരകരാണ്. ഇത്തവണയും ആ പാരമ്പര്യം അവർ കാത്തു സൂക്ഷിച്ച് അമേരിക്കയുടെ പടക്കപ്പലുകൾ കടലിൽ നിരന്നു നിൽക്കുമ്പോഴും ഇറാന്റെ ആത്മവീര്യത്തെ തകർക്കാൻ ബോംബറുകൾ പറന്നുയരുമ്പോഴും നയതന്ത്രത്തിന്റെ മേശപ്പുറത്ത് ഇറാന്റെ പരാതികൾ കേൾക്കാൻ ഒമാൻ തയ്യാറായി. ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും ഇറാന്റെ അന്തസ്സും ഒരുപോലെ സംരക്ഷിക്കുന്ന ഒരു ഫോർമുലയാണ് ഒമാൻ മുന്നോട്ട് വെച്ചത്. ഈ നീക്കം വിജയിച്ചതോടെ പടിഞ്ഞാറനേഷ്യയിൽ യുദ്ധം ഒരു വലിയ പ്രാദേശിക പോരാട്ടമായി മാറുന്നത് തടയാൻ കഴിഞ്ഞു. എന്നാൽ ഇസ്രയേലും അമേരിക്കയും നൽകിയ അടികൾക്ക് പലിശ സഹിതം തിരിച്ചടി നൽകാൻ ഇറാൻ ഇപ്പോഴും സജ്ജമാണ്. ട്രംപിന്റെ യുദ്ധ കൊതിക്ക് അന്ത്യം കുറിക്കാൻ പടിഞ്ഞാറനേഷ്യ രാജ്യങ്ങൾ കൈകോർത്ത് ആധുനിക രാഷ്ട്രീയത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം അതീവ നിർണായകമാണ്. ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ സുരക്ഷയായിരുന്നു നമ്മുടെ പ്രധാന ആശങ്ക. ഇറാന്റെ ഈ പിൻവാങ്ങൽ പ്രവാസികൾക്ക് ആത്മവിശ്വാസം നൽകുന്നു. വിമാനത്താവളങ്ങൾ സാധാരണ നിലയിലാകുന്നതോടെ കുടുങ്ങിക്കിടക്കുന്നവരെ തിരികെ എത്തിക്കാനുള്ള നടപടികളും എളുപ്പമാകും. അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇനി ആക്രമണം ഉണ്ടാവില്ലെന്ന ഇറാന്റെ ഉറപ്പ് ഗൾഫ് നഗരങ്ങളിലെ ഭീതി കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമാധാനം ട്രംപിന് പിടിക്കില്ലെന്ന് ഉറപ്പാണ്. യുദ്ധം നിലച്ചാൽ ആയുധ കച്ചവടം നിലയ്ക്കുമെന്ന ഭീതി ട്രംപിനെ വേട്ടയാടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടായേക്കാം. ആയുധങ്ങൾ നിശബ്ദമാകുന്നതും നയതന്ത്രം സംസാരിക്കുന്നതും ട്രംപിന് ലഭിച്ച അടിയാണ്. ഇറാന്റെ ഈ സുപ്രധാന തീരുമാനം പടിഞ്ഞാറനേഷ്യൻ മണ്ണിൽ പടർന്ന യുദ്ധഭീതിയെ ഒരു പരിധിവരെ അകറ്റിയിരിക്കുകയാണ്. ഒമാന്റെ നിശബ്ദമായ ഇടപെടലുകൾ ഒരു വലിയ വിനാശത്തെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്നും മേഖലയിൽ സമാധാനം പുലരുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. എങ്കിലും യുദ്ധത്തിന്റെ കനലുകൾ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല.
ട്രംപിന്റെയും ഇസ്രായേലിന്റെയും യുദ്ധഭ്രാന്തിന് തെക്കോട്ട് എടുക്കാൻ സമയമായെന്ന സന്ദേശമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത്. ലോകത്തെ അടക്കി ഭരിക്കാമെന്ന വ്യാമോഹം ഇനി നടപ്പില്ല. പടിഞ്ഞാറൻ ഏഷ്യ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരായിരിക്കുന്നു. വിവേകവും നയതന്ത്രവും കൈകോർത്താൽ ഏത് വലിയ യുദ്ധത്തെയും തടയാനാകുമെന്ന് ഈ നീക്കം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ട്രംപ് വിചാരിച്ച പോലെ കാര്യങ്ങൾ പാവക്കളി പോലെ നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് പടിഞ്ഞാറൻ ഏഷ്യൻ തെളിയിച്ചു കഴിഞ്ഞു. ഈ ഒരു വഴിത്തിരിവ് അമേരിക്കൻ മേധാവിത്വത്തിനേറ്റ വലിയൊരു പ്രഹരമാണ്. ലോക നേതാവ് ചമയാൻ ഇറങ്ങിത്തിരിച്ച ട്രംപിന് സ്വന്തം കളിപ്പാട്ടങ്ങൾ തകരുന്ന കാഴ്ചയാണ് ഇനി കാണേണ്ടി വരിക. സമാധാനം പുലരട്ടെ, പക്ഷെ ചതികൾക്ക് തിരിച്ചടി ലഭിക്കുന്ന കാലം അതിവിദൂരമല്ല.